അവാർഡ് നൽകുന്നതിന് വേണ്ടി ശ്രീ ബിജു പുളിക്കൽ ന്യൂ ഇയർ ഈവൻറ്റ് സ്പോൺസറാണ് അദ്ദേഹം. ശ്രീ ബിജുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം നിഖിൽ സുബ്രഹ്മണ്യൻ ഇരിക്കുത്തുരുത്തി അവരുടെയും വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബിജു, നിഖിൽ സുബ്രഹ്മണ്യൻ വേദിയിലേക്ക് വരാൻ വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. മണപ്പുറം ബീച്ച് ഫെസ്റ്റിവൽ 2023 അവതരിപ്പിക്കുന്ന ഗോൾഡൻ റീൽസ് അവാർഡ്സ് 2023 ഏറ്റവും ആകാംക്ഷ നിറഞ്ഞ അവാർഡിംഗ് സെറിമണിയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദ്യ അവാർഡ് സമർപ്പിക്കുന്നതിനായി നമ്മുടെ സ്പോൺസേഴ്സ് 2 പേര് വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. And now what is left is to announce the award and the award winner. All right, so ladies and gentlemen, without any further ado, Golden Reels Awards 2023 ആദ്യമായി നമ്മൾ വേദിയിൽ സമർപ്പിക്കുന്ന അവാർഡ് ഡിക്ലെയർ ചെയ്യുവാനായി പോകുന്നു. The first award that we are going to announce here is Outstanding Performance. ഒരുപക്ഷെ മലയാള സിനിമയിൽ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ച താരം തന്നെയാണ്. നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി നമ്മുടെ മനസ്സ് കീഴടക്കിയ ഒരു യങ്സ്റ്ററാണ് ഈ അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത്. So ladies and gentlemen, put your hands together for the winner of Outstanding Performance Award, and that is Sunny Wayne. നല്ലൊരു കൈയ്യടി നൽകി തന്നെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Sunny Wayne bagging Outstanding Performance Award for Golden Reels Awards 2023. സണ്ണി വെയിൻ എന്ന പേര് കേൾക്കെ ഏതോ ഹോളിവുഡ് നടൻ എന്നല്ല നാം ഇന്ന് ഓർക്കുക. നമ്മുടെ സ്വന്തം വയനാട്ടുകാരൻ സുജിത് ഉണ്ണികൃഷ്ണൻ. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് പാടത്ത് ജോലി വരമ്പത്ത് കൂലി, അതാ സാത്താൻ്റെ ഒരു ലൈൻ. മലയാള സിനിമയിലെ യുവ തേജസ് സണ്ണി വെയിൻ എന്ന സ്ക്രീൻ നെയിം തന്നെ. 2012 ദുൽഖർ സൽമാൻ സിനിമാ പ്രവേശനം നടത്തിയ സെക്കൻഡ് ഷോ എന്ന സിനിമയിൽ കുരുടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് കടന്നു വന്ന സണ്ണി ഇന്നിപ്പോൾ തിരക്കുള്ള യുവ നടന്മാരിൽ ഏറ്റവും തിരക്കുള്ള താരമായിരിക്കുന്നു. നായകൻ മാത്രമാകണം എന്ന വാശിയില്ലാത്ത സണ്ണി എല്ലാ തലമുറ സംവിധായകർക്കും സ്വീകാര്യനാവുകയും കോമഡി മുതൽ വില്ലൻ വേഷങ്ങൾക്ക് വരെ തന്റെ പാഠവും പകരുകയും ചെയ്യുന്നു. അന്നയും റസൂലും, ആട്, 1 and 2, കുഞ്ഞാലിമരിക്കാർ, അറബിക്കടലിന്റെ സിംഹം, അപ്പൻ തുടങ്ങി നിരവധി ശ്രദ്ധേയ ചിത്രങ്ങളും വിശേഷ വേഷങ്ങളും ഇന്ന് സണ്ണി വെയിനിന്റെ പട്ടികയിലുണ്ട്. ഈയിടെ വന്ന ഹിറ്റ് ഫിലിംസ് കണ്ണൂർ സ്ക്വാഡ്, കാസർഗോഡ്, വേല എന്നിവയിൽ സണ്ണിയുടെ പ്രകടനവും ഉജ്ജ്വലമായി. ആ ഊർജ്ജസ്വലമായ അഭിനയ മികവിന് നമ്മൾ നൽകുകയാണ് എക്സലൻസ് ഇൻ സിനിമ അവാർഡ്. നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം സണ്ണി വെയിൻ. 2023 പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു അപ്പൻ. അപ്പൻ എന്ന സിനിമയിലെ ഗംഭീരമായ പെർഫോമൻസ് കൂടി ഈ വർഷം തൻ്റെ അഭിനയ ജീവിതത്തിൽ എഴുതി ചേർക്കാൻ സാധിച്ച നടനാണ് സണ്ണി. ഒപ്പം വയനാടൻ ചുരം ഇറങ്ങിക്കൊണ്ട് മലയാള സിനിമയുടെ വിശാലമായ ലോകത്തേക്ക് കടന്നു വന്നതിൽ ഈ കടപ്പുറത്ത് കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നല്ല കൈയ്യടിയോടുകൂടി സണ്ണിക്ക് ഈ അവാർഡ് ദാനത്തിനുള്ള അഭിനന്ദനം നേരുന്നു. അവാർഡ് സമ്മാനിക്കാൻ വിശിഷ്ട വ്യക്തികളോട് വിനീതമായി അപേക്ഷിക്കുന്നു. ഗോൾഡൻ റീൽസ് അവാർഡ്സ് 2023 ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നു നമ്മുടെ സ്വന്തം സണ്ണി വെയിൻ. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഹാർട്ട് ഫെൽറ്റ് കൺഗ്രാറ്റുലേഷൻസ്. And we thank you for the contributions that you have made to Malayalam film industry. നമുക്കേറെ പ്രിയങ്കരനായ ആട് സിനിമയിലെ സാത്താൻ സേവ്യറാണ്. അനുഗ്രഹീതൻ ആന്റണി, ആൻമരിയ കലിപ്പിലാണ് തുടങ്ങി നിരവധി ചിത്രങ്ങളിലൂടെ നമ്മുടെ മനസ്സ് കീഴടക്കിയ താരം തന്നെയാണ്. തുടർന്നുള്ള ചിത്രങ്ങളിലും എല്ലാവിധ ആശംസകളും ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. 2 വാക്ക് സണ്ണി. എല്ലാവർക്കും നമസ്കാരം. ഈ നാട്ടിൽ ആദ്യമായിട്ടാണ് വരുന്നത്. വളരെ വരുന്ന വഴിക്ക് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല മനോഹരമായിട്ടുള്ളൊരു നാടാണ്. ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. എങ്ങനെ ഇവിടെ എത്തിയെന്നറിയില്ല. ഇപ്പോൾ വന്ന് ഏകദേശം ഒരു 11 വർഷമായി. എന്നെക്കൊണ്ട് സിനിമയിൽ ചെയ്യാൻ പറ്റുന്ന പോലെ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും തീർച്ചയായിട്ടും ഇനിയും മുന്നോട്ട് അതേപോലെ എൻ്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു. പിന്നെ ഒരുപാട് കാലമായ ഒരു അവാർഡൊക്കെ കിട്ടിയിട്ട് ഈ അവാർഡിന്
ഒരുപാട് സന്തോഷം, പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇത് ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. പിന്നെ ചെറിയൊരു തിരക്കുള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ പോകുന്നത്. ഐ എം സോറി. ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് ടു യു ആസ് വെൽ. സോ ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അപ്കമിങ് മൂവീസിന് എല്ലാ വിഷസും ഈ ഒരു നിമിഷത്തിൽ അറിയിക്കുകയാണ്. സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളാവട്ടെ ഇനിയും നിരവധി അവാർഡുകൾ കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്കിങ് അവർ സ്പോൺസേഴ്സ് ആസ് വെൽ. താങ്ക് യു, കൺഗ്രാറ്റ്സ്, താങ്ക് യു വെരി മച്ച്.